കണ്ട പട്ടത്തകളുടെ ആട്ടുനിപ്പും കേൾക്കാൻ നിന്ന് കൊടുത്തല്ല മനുഷ്യ നിങ്ങള്. പിന്നെ ഞാൻ എന്താ ഓടണോ? അവിടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാറുന്നില്ലേ നിങ്ങക്ക്? നല്ല ഭാര്യ, എന്നിട്ട് വേണം പട്ടന്മാരെല്ലാരും കൂടി എന്നെ പുറത്തു കയറി പൊതിയോം കൂടാൻ. ഓ പിന്നെ, അപ്പൊ ഈ നാട്ടിലെ ക്രിസ്ത്യാനിയുടെ കൈ എന്നാ മാങ്ങ പറിക്കാൻ പോവൂ? നീ ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കുന്ന തോന്നണേ. തോന്നിയാസം പറഞ്ഞ അതിനപ്പുറത്തെ ലേള ഉണ്ടാക്കും. നിങ്ങളെ പോലെ പേടിച്ചു ദൂരങ്ങളൊന്നും അല്ല താമരശ്ശേരി കുടുംബക്കാര്. ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങളെല്ലാം കൂടെ കൂടിയാൽ തന്നെ ഒരു പടയുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാര്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊന്ന് മൂളിയാ മതി, അവരെല്ലാം കൂടെ ഇവിടെ പറന്നെത്തും. നീ ഇപ്പൊ അങ്ങനെ മൂളണ്ട, പോയി ഭക്ഷണം എടുത്തു വെക്കാൻ നോക്ക്. ആ പോയടത്തൊന്നും കിട്ടിയില്ലേ വയറ് നിറച്ച്? ചെല്ലടി പോത്തേ. ഇതെന്നാ ഒരുക്കോ തരത്ത്? ഇന്നാളത്തെ പോലെ ആശുപത്രി പോയി വഴക്കട എന്നെ കൊണ്ട് പറ്റുകയല്ല. ഞാൻ പറഞ്ഞ വഴക്കുണ്ടാക്കാൻ. ഇത് ഏതാവനാടാ ഈ നേരത്ത്? വണക്കം. വണക്കം വണക്കം. ഇവിടെ പാട്ടും കൂത്തൊന്നും വേണ്ട, ഞങ്ങൾ അത്യാവശ്യമായിട്ട് സ്ഥലത്തേക്ക് പോകാൻ പോവാ. മാപ്പിള താനേ? മാപ്പിളയല്ലേ? മാപ്പിളയോ നായരോ മുസ്ലിമോ ആരോ ആവട്ടെ. അയ്യോ കള്ളേ സരസ്വതി, നല്ല உன்னை பார்த்து எவ்வளவு நாளாச்சமா? சௌக்கியமா? நான் நல்லா இருக்கேன், நீங்க எப்படி இருக்கீங்க? நேக்கும் சௌக்கியம் தான். உன் அட்ரஸ் இப்பதாமா கிடைச்சது? ഇതെന്റെ മാമനാണ്. മാമ മറ്റുമല്ലേ, ഇവൾക്ക് സംഗീതം പഠിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടായത് തന്നെ എന്റെ പാട്ട് കേട്ടതാണ്. അല്ലേ കണ്ണ്? മനസ്സിലായില്ല, സാരമില്ല. മാപ്പിളനെ ആദ്യമായിട്ട് കാണാണല്ലോ. മാമ ഇപ്പോൾ ഞാൻ ഉங்களை വിടவே மாட்டேன். നീ சொன்னா கூட ഞാൻ പോക മാട്ടേ. മാമാവുക്ക് ചൂടൊരു കോഫി വാങ്ങോ. സരസു ഡോക്ടറെ കാണാൻ വൈകും. എങ്ങനെയുണ്ട് ഡോക്ടർ? നോർമലാ. പ്രസവം ചിലപ്പോ കുറച്ച് നേരത്തെ ആവാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. വീട്ടിൽ വേറെ ആരും ഇല്ലല്ലേ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ നിന്റെ ചേച്ചി അളിയനും വരും. പിന്നെ സരസ്വതി അമ്മാമന്നുണ്ട്. അതെ, വീട്ടിലാണെന്ന് ടീച്ചർ ലീവ് എടുത്തോട്ടെ. എന്താ ടീച്ചറെ? ശരി. ഓഹോ, ടീച്ചർ ഇന്ന് മുതൽ ലീവ് എടുക്കുകയാണല്ലേ? അതെ. ശരി, മാസ്റ്റർ ക്ലാസ്സിൽ പോയിക്കോളൂ. അല്ല, അതിന്റെ താഴെ എന്റെ ഒരു ലീവ് ഫോം കൂടെ ഉണ്ട്. 2 മാസത്തേക്കോ? അതെ. SSLC പരീക്ഷ വന്ന് തലേ കയറിയിരിക്കുമ്പോ മാഷ് 2 മാസം ലീവ് എടുത്താൽ എങ്ങനെയാ? SSLC പരീക്ഷ എന്ന് കരുതി എന്റെ ഭാര്യയുടെ പ്രസവം മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ പ്രസവിക്കുന്നതിന് മാഷ് എന്തിനാ ലീവ് എടുക്കുന്നേ? ടീച്ചർ, ഈ മെറ്റേണിറ്റി ലീവ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിനോട് കൊടുക്കണ്ട. അതൊക്കെ മാഷ് ഗവൺമെന്റിനോട് പറഞ്ഞാൽ മതി. ഈ ലീവ് ഞാൻ തരില്ല. തരണ്ട, ഞാൻ എടുക്കും. മാഷ് പാവപ്പെട്ട കുട്ടികളോട് ചെയ്യുന്ന ചതിയാ അത്. ഒരു അധ്യാപകന്റെ കടമ മാഷ് മറക്കരുത്. പരീക്ഷയ്ക്ക് മുമ്പ് പോർഷൻസ് ഞാൻ പിന്നെ ആരുടെ കൊടുക്കും? അതൊന്നും എനിക്കറിയാൻ മേല. എന്നെ സംബന്ധിച്ച് തൽക്കാലം എന്റെ ഭാര്യയുടെ പ്രസവമാണ് എനിക്ക് മുഖ്യം. ബുദ്ധിമുട്ടാണ്, ഞാൻ മെഡിക്കൽ എടുത്തോളാം. ആളുകൾ കേട്ടാ കളിയാക്കൂട്ടോ. ഇത്രയും ടെൻഷൻ പാടുണ്ടോ മനുഷ്യർക്ക്? ആർക്ക് എന്നെ വേണേ പറയാം, അനുഭവിക്കേണ്ട ഞാനാ. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലായോ? ചിലപ്പോ കുറച്ച് നേരത്തെ ആവുന്നല്ലേ പറഞ്ഞുള്ളൂ. ആ സമയത്ത് ഞാൻ അടുത്ത് വേണ്ടായോ? ചുരുങ്ങിയത് പ്രസവം കഴിയുന്നവരെങ്കിലും ഒന്ന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെ വേണം വയറും നിർപ്പിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ മനസ്സമാനത്തോടെ മലയാളം പഠിപ്പിക്കും? അതാ തള്ളയ്ക്ക് പറഞ്ഞാലോട്ട് മനസ്സിലാകത്തുമില്ല. ഒന്ന് പേടിക്കാണ്ടിരിക്കുക ആദ്യം. ഇവിടെ ഇപ്പൊ ആളുണ്ടല്ലോ, അപ്പുക്കുട്ടനുണ്ട്, മാമനുണ്ട്. പക്ഷെ അവരാരുമല്ലല്ലോ പ്രസവിക്കുന്നത്. നമുക്ക് നല്ല കുറച്ച് പേരുകൾ കണ്ടുവെക്കണം, മോനായാലും മോളായാലും. അതെല്ലാം കണ്ടു കഴിഞ്ഞു. ആണാണെങ്കിൽ പുരുഷൻ, പെണ്ണാണെങ്കിൽ വനിത. എന്നാ നോക്കുന്നേ? വേറെ ഏത് പേരിട്ടാലും ജാതി മതമെല്ലാം കയറി വരും. ഇപ്പോ തോമസ് കുര്യൻ ക്രിസ്ത്യാനിയാന്ന് ഉറപ്പാന്നേ. സരസ്വതി എനം ഏതാണെങ്കിലും ഹിന്ദു ആന്നേ. പപ്പനാന്നാര് പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചിന് വാല് വേണ്ട. കുറച്ചൊന്നും അല്ലല്ലോ ആലോചിച്ച് കൂട്ടുന്നത്. പിന്നെ ആലോചിക്കാതെ? തന്നെപ്പറ്റി ആലോചിക്കാൻ ഞാനും എന്നെപ്പറ്റി ആലോചിക്കാൻ താനും മാത്രമല്ലേ ഉള്ളൂ. ഞാനും ചോദിക്കട്ടെ, ഈ മാമൻ എങ്ങനെയാ? അല്ല, മട്ടും ഭാവം എല്ലാം കണ്ടിട്ട് സ്വല്പം വട്ടുള്ള പോലെ തോന്നുന്നു. പാവാ. മാമന് പ്രത്യേകിച്ച് വീടൊന്നുമില്ല. അത് മനസ്സിലായി. കുറെ നാള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും, പിന്നെ കുറെ നാള് വേറെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കും. അപ്പൊ ഇനി കുറച്ചാളത്തെ ഇവിടെ തന്നെ കാണുമല്ലേ? എന്നെ വലിയ കാര്യ. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഈ സംഗീതം സാരമില്ല അല്ലേ? അപ്പൂട്ടാ, കല്ലിലെ പോലും വലിയിക്കുന്നതാണ് സംഗീതം. എന്നാ ഞാനൊരു കല്ലെടുത്തോണ്ട് വെച്ചരാ. ഇന്നലെയും കൂടി ഉറങ്ങിയിട്ടില്ല സ്വാമി. ഉറക്കത്തിന് താരാട്ടാണ്. ഓമന തിങ്കൾക്ക് ദാവോ ബോ നല്ല കോമള
ആ വരണം വരണം. മാപ്പിളയ്ക്ക് സംഗീതം ഇഷ്ടമാണല്ലേ? പിന്നെ പാട്ട് ആർക്കാ ഇഷ്ടമല്ലാത്തത്? പക്ഷെ അതിനൊക്കെ ഒരു സമയവും കാലവും വേണ്ടായോ? സംഗീതത്തിന് സമയം കാലമൊന്നുമില്ലേ? മനുഷ്യർക്കൊണ്ടേ എല്ലാരും സുഖമായി ചുരുണ്ടുകിടന്ന് ഉറങ്ങുന്ന ഈ സമയത്ത് നമുക്ക് അല്പം ഒന്ന് ഉറങ്ങണ്ടായോ? പാട്ടങ്ങനെ മുട്ടിനിങ്ങനെ താങ്ങിക്കോ. ആ കട്ട ഏതാന്ന് വെച്ചാൽ ഒന്ന് താത്തി വെച്ച് മറ്റാർക്കും ബുദ്ധിമില്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ടി മാത്രം. ഏതാ? രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ രാത്രിമഴ മന്നം ഈ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായി ഒഴുകി വന്നെത്തി. കിളിവാതിൽ വിടവിലൂടെ ഏറെ തണുത്ത കൈ വിരൽ നീട്ടി എന്നെ തൊടുന്നൊരു ശ്യാമയാം ഇരുമ്പിന്റെ ചിന്നയാം. അപ്പൊ ഇതാണ് കവിയുടെ ഭാവന എന്ന് പറയുന്നത് അല്ലേ? നാമെല്ലാം നോക്കുമ്പോ എന്താ രാത്രി മഴ പെയ്യുന്നേ ഉള്ളൂ. പക്ഷെ നാം അല്ലാതെ ഒരു കവി ആ മഴ കാണുമ്പോ എന്തെല്ലാം മാറ്റാനുണ്ടാകുക? ആ മഴ കേഴുന്നു, വിതുമ്പുന്നു, പിറുപിറുക്കുന്നു അല്ലേ? അപ്പൊ ഈ ഭാവന എന്ന് പറയുന്നത് ഏതെല്ലാം മേഖലകളിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കുക അല്ലേ? ടീച്ചർക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. ഞാൻ മാമനെയും കൂട്ടി കാറ് വിളിച്ച് ആസ്പത്രിയിലാക്കിയിട്ടാ പോകുന്നത്. എന്തായി? നീലാംബരി പ്രസവിച്ചു പെൺകുട്ടി.